Dhan Dhanya Krishi Yojana, Developing Agri-Districts Program. Motivated by the success of the Aspirational District Program, our government will undertake a Prime Minister Dhan Dhanya Krishi Yojana in partnership with states. Through the convergence of existing schemes and specialized measures, the program will cover 100 districts with low productivity, moderate crop intensity, and below average credit parameters. കാർഷികോൽപാദനം കുറഞ്ഞ 100 ജില്ലകളെ കേന്ദ്രീകരിച്ച് പദ്ധതികൾ നടപ്പിലാക്കും. PM ധൻധാന്യ പദ്ധതിയുടെ ഗുണം പ്രധാനമായും ഈ ജില്ലകൾക്കാണ് ലഭിക്കുക. നിലമൊരുക്കൽ, വിത്ത്, വളം, തൊഴിൽ എന്നിവയ്ക്ക് സഹായം ലഭിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രകാരം വായ്പ എടുക്കാനുള്ള പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. പരുത്തി കർഷകർക്ക് ദേശീയ പദ്ധതിയും പ്രഖ്യാപിച്ചു. ധാന്യവിളവിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നു. എന്നാൽ കർഷകരെ ചേർത്ത് പിടിക്കുന്ന ബജറ്റല്ല അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. താങ്ങുവിലയ്ക്ക് നിയമപ്രാബല്യമെന്ന കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല. അത് സങ്കുചിതമായ ഇലക്ടറൽ തെരഞ്ഞെടുപ്പ് താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. റബ്ബറിന്റെ ഇറക്കുമതി തീരുവ കൂട്ടി മേഖലയെ സംരക്ഷിക്കണമെന്ന കേരളത്തിലെ കർഷകരുടെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനും PM കിസാൻ യോജനയിലെ വിഹിതം വർദ്ധിപ്പിക്കാനുമുള്ള തീരുമാനമുണ്ടായിട്ടില്ല. ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകരുടെ ഒരാവശ്യം പോലും കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ അഭിസംബോധന ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ കർഷകരുടെ സമരം തുടരുമെന്ന് തന്നെയാണ് ബജറ്റിന് ശേഷവുമുള്ള അവസ്ഥ. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.